ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് +2-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ ചാർജിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞായിരുന്നു. ചാർജിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? 4 ടൈപ്പാണ്. 4 പ്രോപ്പർട്ടീസ് ഉണ്ട് മെയിനായിട്ടും. ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ചാർജസ് അഡിറ്റീവ് ഇൻ നേച്ചറാണ്, ചാർജസ് കൺസർവേറ്റീവ് ഇൻ നേച്ചറാണ്, അതേപോലെ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്നും പറഞ്ഞു. ഇന്നലെ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു പോയ ഒരു കാര്യമാണ് 2 ടൈപ്സ് ഓഫ് ചാർജസ്. ചാർജ് 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് പറഞ്ഞു, എക്സാമ്പിൾസും പറഞ്ഞു. പിന്നെ 2 പോസിറ്റീവ് ചാർജ് വന്നാൽ അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജ് വന്നാൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജുമാണ് വരുന്നതെങ്കിൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് 2 ചാർജുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഇൻട്രാക്ഷൻ വരുമ്പോഴാണ് അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നത്. നമ്മൾ +1 ഗ്രാവിറ്റേഷനിൽ പഠിച്ചതുപോലെ അട്രാക്റ്റീവ് ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ഫോഴ്സിന് എങ്ങനെ നമുക്കൊരു റിലേഷൻ എഴുതാൻ പറ്റും എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബോഡീസ് എടുത്തു. ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? അൺലൈക്ക് ചാർജസ് ആണ്. ഒന്ന് പോസിറ്റീവ്, അടുത്തത് നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ആ ഗ്രീൻ ആരോ വെച്ച് കാണിച്ചിരിക്കുന്നത് ഫോഴ്സിനെയാണ്. ശരി, അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഇതിൽ Q1 Q2 എന്ന് പറഞ്ഞിരിക്കുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ 1 കൂളം 2 കൂളം എന്നൊക്കെ പറയുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. R എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 2 ചാർജസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ്. R എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 2 ചാർജസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ്. ഈ ചാർജസ് തമ്മിലുള്ള ഫോഴ്സിൻ്റെ, അതായത് റിപ്പൾസീവ് ഫോഴ്സ് ആയാലും അട്രാക്റ്റീവ് ഫോഴ്സ് ആയാലും അത് തമ്മിലുള്ള റിലേഷൻ പറയുന്നത് കൂളംസ് ലോ വെച്ചിട്ടാണ്. കൂളംസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഫോഴ്സ്, അവിടെയുള്ള ഫോഴ്സ് റിപ്പൾസീവ് ആയിക്കോട്ടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിക്കോട്ടെ, ദിസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ്. അവിടെയുള്ള 2 ചാർജ്, ഈ 2 ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ്, അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ Q1 Q2, ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ദിസ് ഫോഴ്സ് ഈസ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്ന ആരാ? R. ഈ R-ൻ്റെ സ്ക്വയർ 1/R² പ്രൊപ്പോർഷണലായിരിക്കും. എങ്ങനെയാണ്? R² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും ഫോഴ്സ്. നമുക്കിതിനെ എങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാം? F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2/R² എന്ന് എഴുതാമല്ലോ. ഇതേപോലൊരു ഇക്വേഷൻ നിങ്ങൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ കാണും. F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2/R² എന്ന്. അവിടെ നമ്മൾ പ്രൊപ്പോർഷണലായിട്ട് മാറ്റാൻ വേണ്ടി G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. കൂളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഫോഴ്സ് ഓഫ് എ ചാർജ്ഡ് ഒബ്ജക്റ്റ് ഓൺ അനദർ ചാർജ്ഡ് ഒബ്ജക്റ്റ്, അതായത് 2 ചാർജ്ഡ് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ to the product of their charges, അതായത് Q1 into Q2 and inversely proportional to the square of distance between them, Q1 Q2/R². അതിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. റിലേഷൻ എങ്ങനെ വരും? F is directly proportional to Q1 Q2/R² എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തു K. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? F is equal to Q1 Q2/R² എന്ന് വരും അല്ലേ. ഇനി ഈ കെയുടെ ഒരു വിലയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ കെയുടെ വില, കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റെ വില എന്ന് പറയുന്നത് 1/4πε. ആ സിമ്പലിനെ നമ്മൾ വിളിക്കുന്നത് എപ്സിലോൺ എന്നാണ്. എപ്സിലോങ്ങിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം അല്ലെങ്കിൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്കതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എപ്സിലോങ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയത്തിൻ്റെ ഇക്വേഷൻ എപ്സിലോങ് ഈക്വൽ ടു എപ്സിലോങ് 0 ഇൻറ്റു എപ്സിലോങ് R. എപ്സിലോങ് 0 ഇൻറ്റു എപ്സിലോങ് R. എപ്സിലോങ് 0 എന്ന് പറയുന്നത് നമ്മൾ ഈ ചാർജസ്, ഈ 2 ചാർജസ് തമ്മിൽ വെക്കുന്ന മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ 2 ചാർജിനെയും എടുത്ത് എനിക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടറിനകത്ത് മുക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോക്സിനകത്ത്, അല്ലെങ്കിൽ ഒരു മണലിൻ്റെ ഒരു പെട്ടിക്കകത്ത് ഈ 2 ചാർജിനെ മുക്കി വയ്ക്കാം, അല്ലെങ്കിൽ വാക്വത്തിൽ വയ്ക്കാം, എയറിൽ വയ്ക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ വെക്കുന്നത് എയറിലാണെങ്കിൽ അവിടുത്തെ എപ്സിലോങ് 0യുടെ വില എന്ന് പറയുന്നത്
8.85 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ (-1) മീറ്റർ (-2). ഇതാണ് അതിൻ്റെ യൂണിറ്റ്. വില എന്ന് പറയുന്ന 8.85 ഇൻറ്റു 10⁻12. ഈ ഒരു വില കാണാതെ പഠിച്ച് വെക്കണം. ക്വസ്റ്റ്യനിൽ തരത്തില്ല, നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വിലയാണ്, അത് കാണാതെ പഠിച്ച് വെക്കണം. അപ്പോൾ എപ്സിലോങ് ഈക്വൽ ടു എപ്സിലോങ് 0 ഇൻറ്റു എപ്സിലോങ് ആർ. എപ്സിലോങ് ആർ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം എന്താണെന്ന്. അപ്പോൾ നമുക്ക് എപ്സിലോങ് 0യ്ക്ക് യൂണിറ്റ് പറഞ്ഞു കൂളം സ്ക്വയർ ന്യൂട്ടൺ (-1) മീറ്റർ (-2). അത് നമ്മൾ ഈ എഫിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ഇനി നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ് എഴുതാം. അപ്പോൾ കൂളമ്പിൻ്റെ ഡയമെൻഷൻ എങ്ങനെ വരും? കൂളം എന്ന് പറയുന്ന ചാർജാണ്. Q = IT എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. Q = I × T. യൂണിറ്റാണ്. കറണ്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് I. ചില സമയത്ത് അത് A എന്നും പറഞ്ഞ് എടുക്കാറുണ്ട്, കുഴപ്പമില്ല. A അല്ലെങ്കിൽ I ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് I × T. ന്യൂട്ടൻ്റെ ഫോഴ്സാണല്ലോ, ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ന്യൂട്ടൻ്റെ ഡയമെൻഷൻ mL/T⁻². മാസ് ഇൻറ്റു ആക്സിലറേഷൻ mL/T⁻². അടുത്തത് മീറ്റർ. എമ്മിൻ്റെ ഡയമെൻഷൻ എന്താ? L. ഇതെല്ലാം നമ്മൾ ആ എപ്സിലോങ് 0യുടെ യൂണിറ്റിന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ ഇങ്ങനെ വരും: IT² / mL/T⁻² ഇൻറ്റു L². ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എപ്സിലോങ് 0യുടെ ഡയമെൻഷൻ എന്ത് വരും? m⁻⁻1 L⁻⁻3 T⁻4 I⁻². ഇങ്ങനെ വരും എപ്സിലോങ് 0യുടെ ഡയമെൻഷൻ. ഇത് റിപ്പീറ്റായി 1 മാർക്കിനും 2 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഡയമെൻഷനും എപ്സിലോങ് 0യുടെ വിലയും. എപ്സിലോങ് 0യുടെ വില എന്തായാലും പഠിക്കണം, അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യം വരും. ശരി, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എപ്സിലോങ്ങിൻ്റെ വില. എപ്സിലോങ് ഈക്വൽ ടു എപ്സിലോങ് 0 ഇൻറ്റു എപ്സിലോങ് ആർ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. എപ്സിലോങ് ആറിനെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോങ് 0 ഈക്വൽ ടുവിന് ഇപ്പുറം പോയി കഴിഞ്ഞാൽ എന്താവും? ഈക്വൽ ടുവിന് ഇപ്പുറം പോയി കഴിഞ്ഞാൽ എപ്സിലോങ് 0 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? അത് എപ്സിലോങ് ആർ ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ വരും? എപ്സിലോങ് ഡിവൈഡ് ബൈ എപ്സിലോങ് 0 എന്ന് വരും. എപ്സിലോങ് ഡിവൈഡ് ബൈ എപ്സിലോങ് 0 എന്ന് വരും. എപ്സിലോങ് ആറിനെ നമ്മൾ പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്നാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഏതെങ്കിലും ഒരു മീഡിയത്തിലുള്ള എപ്സിലോങ്ങിൻ്റെ അല്ലെങ്കിൽ പെർമിറ്റിവിറ്റിയുടെ വിലയാണ് എപ്സിലോങ് എന്ന് പറയുന്നത്. എയറിലുള്ള അല്ലെങ്കിൽ വേക്കത്തിലുള്ള സ്റ്റാൻഡേർഡ് വിലയാണ് എപ്സിലോങ് 0 എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും റേഷ്യോ ആണ് എന്ത്? എപ്സിലോങ് ആർ. ഈ എപ്സിലോങ് ആറിനൊരു പ്രത്യേകതയുണ്ട്, ഇവന് യൂണിറ്റ് ഇല്ല. യൂണിറ്റും ഡയമെൻഷനും ഇല്ല, കാരണം ഒരേപോലത്തെ ആൾക്കാരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണ്. എപ്സിലോങ്ങിന് യൂണിറ്റ് ഉണ്ട്, എപ്സിലോങ് 0യ്ക്കും സെയിം യൂണിറ്റാണ്, തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകാം. എപ്സിലോങ് ആറിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ നമുക്കിവിടെ എയറിൻ്റെ കേസിൽ എങ്ങനെ വരും നമ്മുടെ കൂളംസ് ലോയുടെ ഇക്വേഷൻ നോക്കാം. ഫോർ എയർ എങ്ങനെ വരും? എപ്സിലോങ് ആറിൻ്റെ വില 1 ആയിരിക്കും, കാരണം എപ്സിലോങ് 0 എയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മീഡിയം എന്ന് പറയുന്നത് എയറാണ്. എയറിൻ്റെ എപ്സിലോങ്ങിൻ്റെ വില എന്തായിരിക്കും? എപ്സിലോങ് 0 ആയിരിക്കും. എപ്സിലോങ് ആർ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. ഇക്വേഷൻ എങ്ങനെ വരും? F = 1 ഡിവൈഡഡ് ബൈ 4πε0 Q1 Q2 R² എന്ന് വരും. ഓക്കെ, നമുക്കിത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാ 2 point charges of +2 microcoulomb and -3 microcoulomb are placed in a medium of dielectric constant 80 at 3 cm apart. Find the magnitude and nature of the force. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും നേച്ചറുമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 ചാർജസ് തന്നിട്ടുണ്ട്, തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 cm എപ്പാർട്ടാണ് തന്നിട്ടുണ്ട്. അതേപോലെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 80 തന്നിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ആരാ? എപ്സിലോങ് ആറാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ആരാ? എപ്സിലോങ് ആർ. ശരി, അപ്പോൾ ഇക്വേഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഗിവൺ ഡേറ്റാസ് എല്ലാം എടുത്തെഴുതുന്നു. Q1 = 2 മൈക്രോകൂളം. സ്റ്റാൻഡേർഡ് വിലയിലോട്ടാക്കുക. 2 × 10⁻6 കൂളമ്പാണ്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6. അതേപോലെ Q2ൻ്റെ വില കൺവേർട്ട് ചെയ്തു 3 × 10⁻6 കൂളംസ്. ആർ 3 cm ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററായി കൺവേർട്ട് ചെയ്ത് എഴുതി 10⁻². ഇനി എപ്സിലോങ് ആറിൻ്റെ വില ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എത്രയാണ്? 80. അതും എടുത്തെഴുതി. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇക്വേഷൻ എന്താ?
എഫ് ഈക്വൽ ടു 1/4πε ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ Q1ൻ്റെ വില അറിയാം, Q2ൻ്റെ വില അറിയാം, ആറിൻ്റെ വില അറിയാം. എപ്സിലോങ് അറിയാവോ? ഇല്ല. എപ്സിലോങ് കണ്ടുപിടിക്കണം. എപ്സിലോങ് ഈക്വൽ ടു എപ്സിലോങ് 0 ഇൻറ്റു എപ്സിലോങ് ആർ. ചെയ്യുമ്പോൾ എങ്ങനെ വരും? എപ്സിലോങ് 0യുടെ വില കാണാതെ പഠിക്കണം. 8.85 ഇൻറ്റു 10⁻12 എന്ന് വരും. എപ്സിലോങ് ആറിൻ്റെ വില 80 എന്ന് വരും. ഇത് രണ്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? യൂണിറ്റ് ആൻസർ 7.08 ഇൻറ്റു 10⁻10 എന്നായിരിക്കും വരുന്നത്. യൂണിറ്റ് കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ എപ്സിലോങ്ങിൻ്റെ വില എടുത്ത് എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1/4 ഇൻറ്റു പൈ ഇൻറ്റു 7.08 ഇൻറ്റു 10⁻10 ഇൻറ്റു എങ്ങനെ വരും? 2 ഇൻറ്റു 10⁻6 ഇൻറ്റു 3 ഇൻറ്റു 10⁻6 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10⁻2 സ്ക്വയർ. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്? 0.75 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയല്ലോ. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡായിരുന്നു നമുക്ക് ചോദിച്ചിരുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കിട്ടി. നേച്ചർ ഓഫ് ഫോഴ്സ് എങ്ങനെ വരും? നേച്ചർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അട്രാക്റ്റീവ് ആണോ അല്ലെങ്കിൽ റിപ്പൾസീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ +2 മൈക്രോ കൂളം -3 മൈക്രോ കൂളം. നേച്ചർ എന്തായിരിക്കും? ഒരാൾ പോസിറ്റീവ്, അടുത്ത ആൾ നെഗറ്റീവ്. നേച്ചർ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.